ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിലാണ് എത്തിയേക്കുന്നത്. ഒരു പകുതി കിലോമീറ്ററോളം ഞങ്ങൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഇതുവരെ കയറാനുള്ള ആംബിയർ ആയിട്ടില്ല. എന്നാലും എൻ്റെ കൂടെ വന്നേക്കുന്ന ആരാന്ന് എനിക്കറിയാമല്ലോ. എൻ്റെ ഫ്രണ്ടായ സൂരജാണ് വന്നേക്കുന്നത്. അവനിപ്പോൾ ഫ്രണ്ടിലോട്ട് കയറി പോയിട്ടുണ്ട്. എന്നെക്കാളും മുന്നിൽ എത്തിയിട്ടുണ്ട്. ഉണ്ടോ ഗായ്സ്? എന്നെക്കാളും കൂടുതൽ സ്റ്റാമിന ഉണ്ടെന്നാണ് പറയുന്നത് പുള്ളിക്ക്. ആക്ച്വലി എനിക്കാണ് സ്റ്റാമിന കൂടുതൽ. ഇത് മൊത്തം എങ്ങനെ കയറുമെന്ന് അറിയില്ല. കുറച്ച് കണ്ട ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ പതിയപ്പോൾ ഇറങ്ങിപ്പോയി. ഞങ്ങളിപ്പോൾ അതേ കയറിക്കൊണ്ടിരിക്കുന്നു. എവിടം വരെ കയറും, എന്തേലും കയറും, എന്തേലും സ്റ്റാമിന ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാൻ പറ്റില്ല. ഗായ്സ്, ഇതാണ് ഞങ്ങൾ വന്ന വഴി. ഇത് മൊത്തം ഇനി കയറിപ്പോണം. മൊത്തം കയറാനാണ് ഞങ്ങളുടെ പ്ലാന്. എന്തോ അത്യാവശ്യം തെന്നലൊക്കെ ഉണ്ടോ ഗായ്സ്? സൂരജിന് നല്ല സ്റ്റാമിന ഉണ്ട്. അവൻ കുതിര ഓടിപ്പോകുന്ന പോലെയാണ് പോകുന്നത്. ഗായ്സ്, ഇത്ര റിസ്കി ആയിട്ടുള്ള വഴികളാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ കയറുക. സൂരജ് മടുത്തിരിപ്പുണ്ട്. എനിക്ക് നല്ല സ്റ്റാമിന ഉണ്ടായിരുന്നു. സൂരജ് മടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ കയറിയില്ല. ഞങ്ങൾ ഇനിയും മുകളിലോട്ട് കയറാനാണ് തീരുമാനം. സൂര്യനെ കൊണ്ട് കയറാനാണ് ഇപ്പം ഞങ്ങൾ തീരുമാനം എടുത്തേക്കുന്നത്. ഒറ്റ മൈൻഡിൽ ഈ കാണുന്ന മല മൊത്തം കയറാൻ പോവുക. ഒരു രക്ഷയില്ലാത്ത കയറ്റമാണ്. ഇത് മൊത്തം എങ്ങനെ കയറുമെന്ന് ഒരു പിടിയില്ല. എന്തായാലും ഇത്ര വന്നില്ല, എല്ലാം കയറിയിട്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത്. അറിയില്ല, എൻ്റെ മാക്സിമം എടുത്ത എനർജി എടുത്ത് കയറാൻ പോവാം. അതിസാഹസികരമായിട്ടാണ് സൂരജ് സുധൻ ഈ മല കയറുന്നത്. വണ്ടർലേ പോലെ ഇത്ര വലിയ റൈഡിന് കയറിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഗായ്സ്, ഞങ്ങൾ പകുതിയോളം കയറി. എന്താണെന്ന് അറിയത്തില്ല, ഇനി എവിടെ എത്രത്തോളം കയറുമെന്നും അറിയത്തില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇരിക്കുവാണ്. ഒരുത്തനാണെങ്കിൽ റോക്കറ്റ് ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുക. ആദ്യം എടുത്ത് ഹോൾ ടിക്കറ്റ് എടുത്ത് കയറാമെന്ന് വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവന് ഹോൾ ടിക്കറ്റ് ഇനി കുറച്ചും കൂടെ ഉള്ളൂ പോകാൻ. എന്നാൽ കുറേ ചീവീടിൻ്റെയും ചെറിയ ചെറിയ പ്രാണിയുടെ ഒക്കെ സൗണ്ടുണ്ട്. സൂര്യ മുകളിലെത്തിയിട്ടുണ്ട്. ഞാനും കൂടെ പോവാം. ഗൈസ്, നോക്ക്, ഈ വഴിയൊന്നും അത്ര കുറച്ച് ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ. ഇതെല്ലാം കയറണം ഗായ്സ്. ഗായ്സ്, കുറച്ച് വന്ന വഴിയാണ്, മൊത്തം ഇനി കയറിപ്പോണം. ഗായ്സ്, സൂരജ് ഞങ്ങൾ നമ്മുടെ രണ്ടുപേരുടെ വന്ന സമയവും ഡേറ്റും ഇൻസ്റ്റഗ്രാം ഐ ഡിയും ഒരു കുപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുപ്പിക്കകത്ത് വെച്ചിട്ട് ഈ പാറയുടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ ഇതൊന്ന് വായിച്ച് ഇൻസ്റ്റഗ്രാം ഐ ഡി ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കെ. അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് കുരിശ്. ഫോണ് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഗായ്സ്, ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഗായ്സ്, ഞങ്ങൾ കുരിശിൻ്റെ അങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ഇല്ലിയാണ് ഇരിക്കുന്നത്. ഈ കാണുന്ന വഴി കൂടെയാണ് പോകേണ്ടത്. നമുക്ക് ഇനി മുകളിലോട്ട് കയറി നോക്കാം. എന്നിട്ട് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കുറച്ചൊരു ഇടുങ്ങിയ സ്ഥലമാണ്, കണ്ടില്ലേ? ഇങ്ങോട്ടും ചെറിയൊരു വഴിയുണ്ട്. ഇത് എങ്ങോട്ടാണെന്ന് എനിക്കറിയത്തില്ല. അതായത് നമുക്കൊന്ന് മുകളിലോട്ട് പോയി നോക്കാം, അവിടെ എന്താണെന്നറിയാം. എന്നിട്ട് നമുക്ക് ഇവിടെ പോകാം. ഇല്ലിയൊക്കെ എൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആ കുരിശുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കുവാണെങ്കിൽ പറയാൻ പറ്റത്തില്ല, സൂപ്പർ വ്യൂ, ഒരു രക്ഷയില്ല. താഴൊക്കെ കേട്ടല്ലോ, അത് ഫ്രണ്ട് വ്യൂ. ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്തി. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ താഴോട്ട് പോകും. കുറച്ച് മുമ്പ് ഒരു വഴി കണ്ടത് അത് ഈ മലയിലെത്തുമെന്നാണ് പറഞ്ഞത്. ഈ മല
അതാണ് ആ താഴോട്ട് കിടക്കുന്ന വഴി. ഇവിടെ കൂടെ പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ അതില്ലിക്കല്ല്. പിന്നെ കുറച്ചും കൂടെ ഇത് S24 S23 അല്ലാത്തതുകൊണ്ട് സൂം ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ആൾക്കാർ നിൽപ്പിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. സൂം ചെയ്താലും ക്ലാരിറ്റി കാണത്തില്ല. 7 കാമുകിൽ ഏതൊക്കെ കാമുകി ഓർത്തുകൊണ്ടിരിക്കുക, ഏതോ കാമുകിയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ മറ്റേ സ്ഥലത്തോട് കൂടെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ റൈറ്റിലോട്ട് പോകാനാണ് തീരുമാനം. ഇതാണ് വന്ന വഴി. ഇതിൽ കയറുവാണെങ്കിൽ ആ മുകളിലെത്തും. ഇനി ഞാൻ കുറച്ചും കാണിച്ച ആ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഈ വഴി പോകണം. ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് കയറാൻ പോവാ. 2 സൈഡിലും കൊക്ക പോലെയാണ്. കുറച്ച് അഡ്വഞ്ചർ നിറഞ്ഞ സ്ഥലം കൂടെയാണ്. സൂക്ഷിച്ചും കണ്ടും വരണം, സ്ലിപ്പാവല്. നല്ല വൈബുണ്ട്, പേടിക്കാനൊന്നുമില്ല. വഴിയുണ്ട്, അത്ര സ്ലോപ്പൊന്നുമല്ല. ഇതിലൊക്കെ പോകുന്ന വഴിയുണ്ട്. ആദ്യം കയറിപ്പോയി മടുപ്പുള്ളായിരുന്നു. കയറി വന്നപ്പോഴത്തേനും മടുപ്പെല്ലാം കുറച്ച് എനർജി ആയിട്ടുണ്ട്. ഇറങ്ങിപ്പോകുമ്പോൾ അറിയത്തില്ല മടുപ്പൊന്നും. കയ്യിലെ കുപ്പിക്കുണ്ടായിരുന്ന വെള്ളവും തീർന്ന്, എല്ലാം തീർന്നു. ഞങ്ങളങ്ങനെ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കുന്നിൻ്റെ മുകളിൽ എത്തിയേക്കുന്ന പോലെ ഉള്ളൂ. നല്ല വ്യൂ ആണ്. ഇവിടെ നിന്നാൽ എൻ്റെ ബാക്ക് സൈഡിലുള്ള ആ മലയും കാണാം, ഫ്രണ്ടിലുള്ള ഈ മലയും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വരേണ്ടവർക്കും അഡ്വഞ്ചർ എൻജോയ് ചെയ്യുന്നവർക്കും നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇവിടെ വരാൻ ചെയ്യാം. ഇവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങളിനി എല്ലാം ഇറങ്ങാൻ പോവുക. എപ്പോൾ ഇറങ്ങി തീരുമെന്ന് അറിയത്തില്ല. കയറിയപ്പോൾ മടുത്ത് എങ്ങനെ ഇറങ്ങി തീരുമെന്നൊരു പിടിയില്ല. എന്നാൽ അവിടെ എത്തണം. അവിടെ നിന്ന് മൊത്തം ഇനി താഴോട്ട് എപ്പോൾ എത്തുന്നൊരു പിടിയില്ല. മടുക്കും, അത് ഉറപ്പാണ്. കഴിയാണെങ്കിൽ ഒരു കുപ്പിക്കകത്ത് വെള്ളം പോലും ഇല്ല, തീർന്നു. ഇംഗ്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കത്തിപ്പോയ വണ്ടിയാണ്. ഡസ്റ്ററാണ്. എത്ര വർഷം മുമ്പ് കത്തിപ്പോയെന്നൊരു പിടിയില്ല.